കരൂർ ദുരന്തത്തിൽ കോടതി കൂടി കൈവിട്ടതോടെ വിജയ് പൂർണ്ണമായി ഒറ്റപ്പെട്ടു. ഇനി പ്രതീക്ഷ ജനങ്ങളാണ്. എന്നാൽ അവരുടെ തീരുമാനമറിയാൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം. എന്നാൽ അതിനു മുൻപേ DMK സർക്കാർ വിജയ്ക്കെതിരെ അടുത്ത കരുക്കൾ നീക്കിയാലോ? ഇന്നലെ കോടതി സർക്കാരിനോട് ആരാഞ്ഞ പ്രധാന ചോദ്യങ്ങളിലൊന്നാണ് എന്തുകൊണ്ട് വിജയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തില്ല എന്നത്. TVKയോട് സർക്കാരിന് മൃദു സമീപനമാണെന്ന് പറഞ്ഞ കോടതി 2 പ്രാദേശിക നേതാക്കളെ അറസ്റ്റ് ചെയ്തതല്ലാതെ വേറെ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുകയും ചെയ്തു. സംഭവം ഇത് സർക്കാരിനുള്ള വിമർശനമാണെങ്കിലും ഒരേ സമയം അവർക്ക് ആശ്വാസം കൂടിയാണ്. ഇനി ഒരു തടസ്സവുമില്ലാതെ DMK സർക്കാരിന് വിജയെ അറസ്റ്റ് ചെയ്യാം, എന്ത് കടുത്ത നടപടി വേണമെങ്കിലും സ്വീകരിക്കാം. എന്നാൽ ഈ ദുർഘട നിമിഷത്തിൽ വിജയ്ക്ക് പിന്തുണയുമായി ഒരു പാർട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. അവരാണ് BJP-യുടെ ഒരു മുതിർന്ന നേതാവ് ഇതിനോടകം വിജയെ പിന്തുണ അറിയിച്ച് വിളിച്ചതായാണ് സൂചന. DMK സർക്കാർ വിജയെ വേട്ടയാടാൻ ശ്രമിച്ചാൽ അവർക്കെതിരെയുള്ള പോരാട്ടം ഒറ്റയ്ക്കാകില്ലെന്ന് BJP ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശാന്തമായി കാത്തിരിക്കൂ എന്നതാണ് ഈ മുതിർന്ന നേതാവ് അറിയിച്ചത്. എന്നാൽ വിജയെ ബന്ധപ്പെട്ട നേതാവ് ആരാണെന്ന കാര്യം ഇതുവരെ BJP വ്യക്തമാക്കിയിട്ടില്ല. വിജയുമായി ചർച്ച നടത്തി എന്നത് എല്ലാ BJP വൃത്തങ്ങളും ഒരേപോലെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇത് മാത്രമല്ല, വിജയ് ഈ നേതാവിന് നന്ദി അറിയിച്ചതായും സൂചനയുണ്ട്. മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിജയെ ബന്ധപ്പെടാനൊന്ന് ശ്രമിച്ചെങ്കിലും വിജയ് താല്പര്യമില്ലെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ വലിയ ഈ പുതിയ ആൾ ആരാണെന്നതാണ് തമിഴ്നാട് രാഷ്ട്രീയ ലോകം ഒരേപോലെ ഉറ്റുനോക്കുന്നത്. TVKയുമായി അടുക്കാൻ ശ്രമിക്കുമ്പോഴും AIADMK പിണക്കാതെയുള്ളൊരു നിലപാടാണ് BJP സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. TVKയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ജനറൽ സെക്രട്ടറിയായ ആദവ് അർജുൻ നിലവിൽ ഡൽഹിയിൽ സന്ദർശനം നടത്തുകയാണ്. ഈ സന്ദർശനത്തിനും BJPയുടെ പുതിയ രാഷ്ട്രീയ നീക്കത്തിനും തമ്മിൽ ബന്ധമുണ്ടെന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ ഡൽഹിയിൽ ആദവ് BJPയുടെ ഉന്നത തലങ്ങളുമായി ചർച്ച നടത്തിയിട്ടുണ്ടാകാം. എന്തായാലും TVK തമിഴ്നാട്ടിൽ വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുള്ളതായാണ് BJP വിലയിരുത്തുന്നത്. വിജയ് എന്ന നടന്റെ പോപ്പുലാരിറ്റിയും ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനവും വോട്ടായി മാറിയേക്കാമെന്നും അവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് TVKയെ ഒപ്പം കൂട്ടി സഖ്യം വലുതാക്കുകയാണ് BJP ലക്ഷ്യമിടുന്നത്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ 2026 അവർക്ക് വലിയൊരു മുന്നേറ്റം തമിഴ്നാട്ടിൽ നടത്താൻ സാധിക്കും. ഇത് കാരണമാണ് കരൂർ ദുരന്തം ഉണ്ടായപ്പോൾ മുതൽ BJP TVKക്കെതിരെ തിരിയാതെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത്. നിലവിലുള്ള സാഹചര്യം നോക്കിയാലും കരൂർ വിഷയത്തിൽ BJPയുടെയും TVKയുടെയും രാഷ്ട്രീയ നിലപാടുകൾ ഏറെക്കുറെ ഒരുപോലെയാണെന്ന് കാണാൻ സാധിക്കും. എന്നാൽ BJPയുമായി കൂട്ടുകൂടുന്നത് വിജയ്ക്ക് ഗുണകരമാകുമോ എന്നതാണ് വലിയൊരു ചോദ്യം. ചരിത്രം പരിശോധിച്ചാൽ വിജയും BJPയും തമ്മിലുള്ള യുദ്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മുൻപ് മെരസൽ സിനിമയിലെ വിവാദ GST ഡയലോഗ് മുതലേ പ്രശ്നങ്ങളുണ്ട്. പിന്നീട് 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചെയ്യാൻ വിജയുടെ സൈക്കിളിലെ യാത്രയും ED പരിശോധനയുമെല്ലാം ഈ പ്രശ്നത്തിൻ്റെ വാശി കൂട്ടി. പിന്നീട് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ BJPയെയും AIADMKയും വിജയ് രാഷ്ട്രീയ എതിരാളികളായി പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് നടന്ന റാലികളിലെല്ലാം വിജയ് ഇരു പാർട്ടികളെയും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഇപ്പോൾ പെട്ടെന്നങ്ങനെ നിലപാട് മാറ്റിയാൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് വിജയ്ക്ക് തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കൂടുതൽ നേട്ടമാവുക DMK സർക്കാരിനായിരിക്കും. എന്തായാലും വിജയ് തമിഴ്നാട്ടിൽ ഒരു സ്വാധീന ശക്തിയായി മാറിയതായാണ് സൂചന. അതാണ് ആദ്യം വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന കോൺഗ്രസ് പാർട്ടി പോലും ഇപ്പോൾ നിലപാട് ഒന്ന് മയപ്പെടുത്തിയത്. പിന്നീട് രാഹുൽ ഗാന്ധി വിജയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കാത്തിരിക്കാം ദളപതി എന്തൊക്കെ അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്ന്.